പറയുന്നു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവിന്റെ മടിപ്പെട്ടിലേക്ക് പിറന്നു വീഴുന്ന മക്കളില്ലേ, ഏറ്റവും സവിശുദ്ധമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും നിഷ്കളങ്കമായ പരപ്പിലാണ് അല്ലാഹുവിന്റെ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്നത്. കള്ളനെപ്പറ്റി അറിയില്ല, കഞ്ചാവിനെ അറിയില്ല, ഭൂനിവാസങ്ങൾ അറിയില്ല, തെമ്മാടിപ്പരങ്ങൾ അറിയില്ല. ആ കാലഘട്ടത്തിൽ പിറന്നു വീഴുന്ന പൊന്നോമന മക്കളില്ലേ ഉപ്പ, ആ പുന്നാര മക്കളെ നന്നാക്കുന്നതുമ്മയാ. ആ പുന്നാര മക്കളെ വഴികേടിലേക്ക് വിടുന്നതും ഉമ്മയാ. ആ പുന്നാര മക്കളെ നന്നാക്കുന്നതുപ്പയാ. ആ പുന്നാര മക്കളെ വഴികേടിലേക്ക് വിടുന്നതും ഉപ്പയാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ ഉപ്പ ഉമ്മ ആകുന്ന നമ്മളാണ് നമ്മുടെ മക്കളുടെ നാശത്തിന്റെ ഒരു 80%, 80% നമ്മളാണ്. ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ പറയണം, ആണോ ഇല്ലയോ ഞാൻ തെളിയിച്ചുതരാം. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹൗലൈനി കാമിലൈൻ. ഒരു കുട്ടി പിറന്നു വീണു, ഒരു കുട്ടി പിറന്നു വീണു. ആ കുട്ടിക്ക് 2 വയസ്സുവരെ മുലപ്പാല് കൊടുക്കണം എന്നത് വിശുദ്ധമായ ഖുർആൻ. ഇന്ന് ആരുണ്ട് കൊടുക്കുന്നവരാരുണ്ട്? ഒരു മക്കൾക്ക് കൊടുക്കാറുണ്ടോ? റയറായിട്ടാണ് കൊടുക്കാറുള്ളത്. കാരണം ഉമ്മമാരിന്ന് പ്രസവത്തിന് വേണ്ടി പ്രത്യേകമായി ഓഫീസിൽ ലീവ് എടുത്തിട്ട് വരുന്ന ഒരു ചുറ്റുപാട്. അവര് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ലീവ് എടുത്ത് 2, 3, 5 മാസം ലീവ് എടുത്തിട്ട് വീട്ടിലേക്ക് വന്ന് പ്രസവം കഴിഞ്ഞു. 3, 4 മാസമാകുമ്പോഴത്തേക്ക് ഓഫീസിന്റെ ലീവ് വീടും. ഏതെങ്കിലും ഒരു വേലക്കാരിയോ വിളിച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചിട്ട് ഓഫീസിന്റെ ഉള്ളറയിലേക്ക് പോകുന്ന ഉമ്മമാർ. ഇതാണോ മര്യാദ? കാരണം നിന്റെ പുന്നാര മക്കള് അവര് അമ്മിഞ്ഞ പാലിന് വേണ്ടി കൊതിക്കുന്ന സമയമുണ്ടല്ലോ ഉമ്മ. 2 കരമെടുത്തുകൊണ്ട് കൈക്കുമ്പിളിലേക്ക് പുന്നാര മക്കളെ എടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ വിരിമാറിലേക്ക് മക്കളെ ചേർപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പാൻ ആദ്യമായി മക്കൾക്ക് ലഭിക്കേണ്ടത്. നിന്റെ പണത്തിന്റെ ആവശ്യം മക്കൾക്കില്ല, നിന്റെ അധികാരത്തിന്റെ ആവശ്യം മക്കൾക്കില്ല, നിന്റെ പ്രൗഢിയുടെ ആവശ്യം നിന്റെ പുന്നാര മക്കൾക്കില്ല. അവർക്കെന്താ ആവശ്യം എന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട വാത്സല്യ നിധിയായ ഉമ്മാന്റെ പരിചരണമാണ്, ഉമ്മാന്റെ സ്നേഹമാ, ഉമ്മാന്റെ കളിക്കുഞ്ചല, ഉമ്മാന്റെ താരാട്ട് പാട്ട് കേട്ടാണ് മക്കൾ ഇന്ന് വളരേണ്ടത്. അതല്ലാതെ വേലക്കാരുടെ സ്ഥാനമാതിന്റെ പുന്നാര മക്കൾക്ക് ലഭിച്ചാൽ, പുന്നാര മക്കൾക്ക് വേലക്കാരിയുടെ സ്നേഹമാണ് ലഭിക്കുന്നതെങ്കിൽ നാളെ ഒരു സമയത്ത് ഇന്ന് അവർ കുട്ടികളും അവർക്ക് നിങ്ങളുടെ ആവശ്യമുള്ള സാഹചര്യം, നാളെ ഒരു നേരത്ത് നിങ്ങൾ വൃദ്ധരും നിങ്ങളുടെ മക്കളുടെ സഹായം നിങ്ങൾക്കും ആവശ്യമുള്ള ഒരു ടൈം, ഒരു സമയം വരാറുണ്ട്. ചെറുപ്പ കാലഘട്ടത്തിലെ സ്നേഹമല്ല വലുത്, ഉമ്മയുടെ സാന്നിധ്യമല്ല വലുത്, ജോലിയും പണവുമാണെന്ന് ആ മാതകത്തിടമുള്ള രക്തക്കെട്ടയായ കുഞ്ഞുമകന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്ന ഞാനും നിങ്ങളുമാണ്. എന്ത് സംഭവിക്കും ഭാവിയിൽ? നാളെ വൃദ്ധരായ വീടിന്റെ ഒരു മൂലയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളുടെ മടിത്തട്ടിലേക്ക് തലവെച്ചിട്ടൊന്ന് കിടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മക്കള് ആ ടൈമിൽ ഏതെങ്കിലും വിദേശത്തോ ഗൾഫിലോ പോയി പണം സമ്പാദിക്കാൻ വേണ്ടി പോകും. കാരണം അവർക്കറിയില്ല, മാതാവിന്റെ സ്നേഹമറിയില്ല, പിതാവിന്റെ സ്നേഹമറിയില്ല. കൊടുക്കാത്ത ഒന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പുന്നാര മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ വാർദ്ധക്യത്തിന്റെ സമയമാകുമ്പോ പുന്നാര മക്കളെ വിളിച്ചിട്ട് ചാരത്തിലേക്ക് അടച്ചാൽ നിന്റെ മക്കൾ നിന്റെ ചാരത്തിലേക്ക് വരില്ല, നിന്റെ മക്കൾ നിന്റെ ചാരത്തിലേക്ക് വരുമെന്ന് വിചാരിക്കണ്ട. പുന്നാര മക്കള് തൊട്ടിലിന്റെ ചാരത്ത് കിടക്കുമ്പോ ആ പുന്നമക്കളുടെ ചാരത്തിലേക്ക് ഞങ്ങൾ താരാട്ട് പാടി കൊടുക്കുന്ന ഉമ്മമാരിന്ന് വിടേ.
ചാരത്തിലേക്ക് അങ്ങ് പാടിക്കൊടുക്കുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നിമിത്തങ്ങളാൽ തുണറമ്പന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ ഇന്ന് കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ അധിക മനോഹര നൂറുള്ള അഹ്മദ് നബിയെ സല്ലല്ലാഹ് അഹദിതയായ ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ഇല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കളുടെ തൊട്ടിലുള്ള ചാരത്തിലേക്ക് പോയി കൽബ് നിറഞ്ഞ പാരാട്ട് പാടിക്കൊടുത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കാണാൻ കഴിയുമോ ഉമ്മ? ഇന്നെവിടെയാ ഉമ്മ? കാലഘട്ടത്തിന്റെ ലോകത്തിന്റെ പിന്നാലെ പേപ്പട്ടികളെ പോലെ സഞ്ചരിച്ചുകൊണ്ട് പടിഞ്ഞാറിന്റെ എച്ചിലുകൾ മുഴുവൻ ഹൃദയാന്തരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആം കെട്ടവരെ പോലെ ജീവിച്ച നിന്റെ പുന്നാര മക്കൾ നന്നാകില്ല. ഇന്നല്ലാഹുവിന്റെ ഹബീബിനെ അറിയുന്ന മക്കളെവിടെ? ഇന്ന ബദരീകളെ പറ്റി അറിയുന്ന മക്കളെവിടെ? ഇന്ന ഗൗസുല്ലാഹും പങ്ങളുപ്പയെ അറിയുന്ന മക്കളെവിടെ? ഇന്ന ഔലിയാക്കളെ പരിചയമുള്ള മക്കളെവിടെ? പണ്ടത്തെ ഉമ്മമാരുടെ താരാട്ട് പാട്ടുകൾ പോയില്ലേ? പണ്ടത്തെ ഉമ്മമാരുടെ മൗലിദുകൾ പോയില്ലേ? പണ്ടത്തെ ഉമ്മമാരുടെ മാലകൾ പോയില്ലേ? ഇന്ന് പുന്നാര മകളെ തൊട്ടിലിന്റെ ചാരത്തിലേക്ക് കിടക്കുമ്പോ അതിന്റെ ഓരത്തിലേക്ക് ഒന്നുകൊണ്ട് ഡാഡി മമ്മി വീട്ടിലില്ല, ഇവിടെങ്ങും ആരുമില്ല, ആവശ്യമുള്ളവർക്ക് ഒന്ന് കയറി നിരങ്ങാം എന്ന പാട്ടാണ് മക്കൾ പാടുന്നതെങ്കിൽ, ആ പാട്ടാണ് മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ 10 വയസ്സ് നിന്റെ പുന്നമകൾ തികക്കില്ല ഉമ്മ. നിന്റെ വീടിന്റെ അകത്തുളത്തിൽ നീ ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു കാമുകനെ വിളിച്ചു കയറ്റാൻ നിന്റെ പുന്നാര മക്കൾ പഠിക്കില്ല പ്രിയപ്പെട്ടവരെ. കാരണം പ്രണയമാണ് പഠിപ്പിക്കുന്നത്, പ്രേമത്തിന്റെ കഥകളാണ് പഠിപ്പിക്കുന്നത്, ആൽബത്തിന്റെ പാട്ടുകളാ പഠിപ്പിക്കുന്നത്. അതിലെവിടെയാ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ? എവിടെയാ പ്രിയപ്പെട്ടവരെ വീരപ്പുലിക്കൂട്ടുകളാകുന്ന ബദരീകളുടെ ചരിത്രങ്ങള്? കളന്നു കുടിച്ചില്ല ഉമ്മ, പട്ടിപ്പറത്തില്ല പ്രിയപ്പെട്ടവരെ. ദുനിയാവിന്റെ ചങ്ക് ചവറുകളായി മാറിയിട്ട് ലോകത്തിന്റെ പിന്നാലെ മഴക്കാമാലുകൊണ്ട് നടന്ന ഇല്ല ഉമ്മ, നിന്റെ പുന്നാര മക്കളെ കൈക്കുമ്പിൾ ഒതുക്കാൻ കഴിയുന്ന ഒരാണക്കമുള്ള വാപ്പയും വിചാരിക്കണ്ട. പറയാൻ പറ്റുമോ? ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും